ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ജൂലൈ 28 ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 3 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം ഞാറ്റുവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ അഷ്ടമി മുതൽ കർത്തവാവ് വരെ അശ്വതി മുതൽ പുണർതം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴവും ചൊവ്വായും ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം നക്ഷത്രങ്ങളിലും ബുധൻ ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരുരുട്ടാതിയിൽ വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനകാര്യം ഒട്ടൊക്കെ ആശ്വസിക്കാവുന്ന വിധത്തിലായിരിക്കും. വാരം പൊതുവെ ഉത്സാഹഭരിതമായിരിക്കും. സുഹൃത്ത് സമാഗമങ്ങൾ ഉണ്ടാകും. സൽക്കാരങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കും. മനസ്സ് സ്വപ്നലോകത്ത് വിരാജിക്കും. ഉല്ലാസയാത്രകൾക്കുള്ള അവസരം ഒരുങ്ങും. ഭക്ഷണസുഖം ലഭിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള താൽപ്പര്യം കൂടും. തൊഴിൽ മേഖലയിൽ സാമാന്യം തിരക്കേടില്ലാത്ത സാഹചര്യമായിരിക്കും. പദവികളിൽ തഴയപ്പെടുന്നതായി തോന്നും. തീരെ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായവും സഹകരണവും ലഭിച്ചേക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കാൻ കഴിയും. ബന്ധുസമാഗമം ഉണ്ടാകും. മൗനം വെടിഞ്ഞ് കൂടുതൽ വാചാലരാകും. പ്രശ്നങ്ങളിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാനാകും. ഉദ്യോഗസ്ഥർക്ക് ധനമേന്മയുള്ള വാരമാണ്. കുടുംബസമേതം തീർത്ഥയാത്രകൾക്കുള്ള സാഹചര്യം ഒരുങ്ങും. വീട് മോടി പിടിപ്പിക്കും. ശുഭവാർത്തകൾ തേടിയെത്തും. പാരിതോഷികങ്ങൾ ലഭിക്കും. അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമീപനങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കും. ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും. സൗഹൃദങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കും. കക്ഷി രാഷ്ട്രീയത്തിൽ വിമുഖത തോന്നും. കർമ്മരംഗത്തും സഹായങ്ങൾ ലഭിക്കും. സംരംഭങ്ങൾ വിപുലീകരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ലഭിക്കും. വാഹന ഉപയോഗത്തിലും കരുതൽ വേണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിലെ ഗുരുമംഗല യോഗം അകാരണമായ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. വികാരവിക്ഷോഭം സമചിത്തതയെ ബാധിച്ചേക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പലതരം തടസ്സങ്ങൾ നേരിടും. അന്യരുടെ പണം കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടുതൽ ജാഗ്രത വേണം. കുടുംബത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉയർന്നേക്കും. അപവാദങ്ങളെ അവഗണിക്കും. അധിക ചെലവുകളെ നിയന്ത്രിക്കേണ്ടതാണ്. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും. സാഹിത്യ പ്രവർത്തനത്തിൽ സുഗമമായ മുന്നേറ്റം പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിച്ചേക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ആശ്വാസകരമായിരിക്കും വാരം. യാഥാർത്ഥ്യബോധത്തോടെ ആശയക്കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയും. തൊഴിലിൽ ശ്രദ്ധ കുറഞ്ഞേക്കാം. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടേണ്ടി വരില്ല. സ്വയം തൊഴിൽ മേഖലയിൽ
ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളാവും ഉണ്ടാകുന്നത്. ജീവിത പങ്കാളിയുടെ അഭിപ്രായത്തിന് വേണ്ട പരിഗണന കൊടുക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരുഷമായ വാക്കുകളും അടങ്ങാത്ത കോപവും ശത്രുക്കളെ സൃഷ്ടിക്കും. പതിവിന് വിപരീതമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. വാരം ആദ്യം നല്ല ഭക്ഷണയോഗവും മനസ്സന്തോഷവും ലഭിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. മറ്റു ദിവസങ്ങൾ ഗുണകരമാണ്. ബന്ധുഗുണം ഉണ്ടാകും. സ്ത്രീകളിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. ജനമധ്യത്തിൽ അംഗീകാരം കൈവരും. മേലധികാരികൾ പ്രശംസിക്കും. അന്യദേശത്ത് കഴിയുന്നവർ നാട്ടിലേക്ക് മടങ്ങിയെത്തും. കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാവും. ആതുര സേവന രംഗത്ത് താൽപ്പര്യം കൂടും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ അന്തരീക്ഷം ഊർജദായകമാകും. സാധാരണ കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകില്ല. ഏജൻസി കമ്മീഷൻ മേഖലകളിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ശോഭിക്കാൻ കഴിയും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചെലവ് കൂടുന്നതായി തോന്നാം. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയും. കർമ്മരംഗത്ത് സ്വതസിദ്ധമായ ശൈലി അഭിനന്ദിക്കപ്പെടും. ലോട്ടറിയിലും സമ്മാന പദ്ധതികളിലും നേട്ടമുണ്ടാകും. ബിസിനസ് രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും. ഭൂമി വാങ്ങുവാൻ തീരുമാനമാകും. സമൂഹത്തിൻ്റെ സ്നേഹബഹുമാനങ്ങൾ ആർജിക്കും. കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിലുള്ള സാഹചര്യം ഉണ്ടാകും. ഇഷ്ടഭക്ഷണ യോഗവും ഭോഗസുഖവും ലഭിക്കും. പിണങ്ങി നിന്നവർ ഇണക്കത്തിലാകും. പല കാര്യങ്ങളിലും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം നല്ല അനുഭവങ്ങൾക്കാകും മുൻതൂക്കം ലഭിക്കുക. ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയും അഭിമാനവും തോന്നും. വെല്ലുവിളികളെ നേരിടാൻ കഴിയും. ലഘുപ്രയത്നങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിയും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾക്ക് കാലതാമസം ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും. കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കും. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രയ്ക്ക് അവസരം ലഭിക്കും. ഗവേഷകർക്ക് പഠനത്തിൽ മുഴുകാൻ സാധിക്കുന്നതാണ്. തൊഴിൽ അന്വേഷണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിലെ സത്യസന്ധത മൂലം മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. പൊതുവേദികളിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണങ്ങളിൽ അംഗീകാരം ലഭിക്കും. സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണവും പിന്തുണയും ലഭിക്കും. സന്താനങ്ങളുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും. സാമ്പത്തിക വരവിൽ വർധനവ് ഉണ്ടാകും. ധനനിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നീട്ടിവെക്കാൻ ഇടയുണ്ട്. വാരാന്ത്യ ദിവസങ്ങൾക്ക് ശോഭ കുറയും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും. ബന്ധുക്കളുടെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ബിസിനസ് രംഗത്ത് വലിയ ലാഭപ്രതീക്ഷയ്ക്ക് മങ്ങലുണ്ടാകും. അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. കുടുംബത്തിൽ സമാധാനം കുറയുന്നതായി തോന്നും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സുഹൃത്ത് സമാഗമങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് നിലപാടുകളിൽ മാറ്റമുണ്ടാകും. അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ വിമർശിക്കും.
സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. സംഘടനകളിൽ ഒറ്റപ്പെട്ടു എന്ന് വരാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പയെ ആശ്രയിക്കേണ്ടതായി വരുന്നതാണ്. ജീവിത പങ്കാളിക്ക് ശാരീരിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നും ആദായം കുറയും. സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അവധി അനുവദിച്ചു കിട്ടും. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാകും. സഹായ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതിൽ വിഷമം തോന്നാം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രമേണ പരിഹരിക്കപ്പെടും. പ്രവർത്തനം ലക്ഷ്യത്തിലെത്തും. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല. വിനോദത്തിനും വിശ്രമത്തിനും അവസരം ലഭിക്കും. ഭോഗസുഖവും ഭവിച്ചേക്കാം. ആർഭാടവും പാഴ്ചെലവുകളും നിയന്ത്രിക്കാനാവും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിജയം വരിക്കും. ബിസിനസ് യാത്രകൾ ഗുണകരമാകും. ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തേടും. കൃത്യവും വ്യക്തവുമായ ആസൂത്രണം അനിവാര്യമായി വരും. കുടുംബത്തിൻ്റെ എല്ലാവിധ സഹകരണവും ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനോ കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ഉണ്ടാകും. അധിക വരുമാനം പ്രതീക്ഷിക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സജ്ജനങ്ങളുമായുള്ള സംസർഗത്താൽ നല്ല ചിന്തകൾ രൂപപ്പെടും. മുതിർന്നവരുടെ ഉപദേശവും അറിവും പ്രയോജനപ്പെടുത്തും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന തോന്നൽ രൂപം കൊള്ളും. കാര്യങ്ങൾ ക്രമേണ മാറിവരും. മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കും. ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിക്കും. പ്രണയികൾക്ക് പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ദാമ്പത്യത്തിൽ സമാധാനം ഉണ്ടാകും. ശത്രുക്കളെ അവഗണിക്കും. വരവറിഞ്ഞ് ചെലവാക്കുവാൻ നിർബന്ധിതരാകും. വിദേശത്ത് ഉദ്യോഗത്തിനോ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ തേടിവരും. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളെ ഐക്യപ്പെടുത്തുക ദുഷ്കരമായേക്കും. ചിന്തയും കർമ്മവും തമ്മിൽ പൊരുത്തപ്പെടില്ല. സുഹൃത്തുക്കളുടെ സഹകരണം കരുത്തുപകരും. സാമ്പത്തിക ആസൂത്രണം ഗുണം ചെയ്യുന്നതാണ്. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ചതിലും നേട്ടങ്ങൾ വന്നുചേരാം. പൊതുപ്രവർത്തനത്തിൽ ഒട്ടൊക്കെ വിജയിക്കാനാവും. കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും. തൊഴിൽ മേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാകും. ചിന്താശക്തി പുതിയ തെളിച്ചം ഭവിക്കും. ചിന്തയും വാക്കും കർമ്മവും സമന്വയിപ്പിക്കാൻ കഴിയും. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് ആലസ്യം അനുഭവപ്പെടാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്രയവിക്രയങ്ങൾ സുഗമമാകും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയും അവയോട് പൊരുത്തപ്പെട്ടുള്ള ജീവിതശൈലിയും സ്വീകരിക്കുന്നതാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കാനാകും. ബന്ധുക്കളിൽ നിന്നും സ്നേഹവും ആദരവും ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ കൂടാം. സാമ്പത്തിക കാര്യങ്ങളിൽ ആശ്വാസമുണ്ടാകും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ബന്ധുക്കളുമായി കൂടുതൽ അടുക്കാൻ കഴിയും. വിനോദത്തിനും വിശ്രമത്തിനും അവസരം ലഭിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വേണം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹായിക്കാൻ പലരും തയ്യാറാകും. കർമ്മത്തിൽ മാനസിക സംതൃപ്തി അനുഭവപ്പെടും. സമയോചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പുതിയ ബിസിനസ്സിന് അന്തിമ തീരുമാനം ആകും. രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപ്പര്യം കുറയും. സംഘടനാ പദവികളിൽ നിന്നും പിൻവാങ്ങുവാൻ തീരുമാനിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുടെ അഭിപ്രായം പല കാര്യങ്ങളിലും സ്വീകാര്യമാകും. കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാകുലകളില്ലാതെ പ്രവർത്തനത്തിൽ മുഴുകാനാകും. കൂട്ടു ബിസിനസ്സിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമായി വരും. ഭൂമി ഇടപാടുകൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായി വരാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും. ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം അനിവാര്യമാകും. യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകണം എന്നില്ല. ബന്ധുസമാഗമം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങൾ കുറയും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ ആർജവം ഉണ്ടാകും. സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പോംവഴി നിർദ്ദേശിക്കാനാവും. വിരുന്നുകളിലും
സുഹൃത്ത് സംഗമങ്ങളിലും പങ്കെടുക്കുന്നതാണ്. ധനവിനിയോഗത്തിൽ സൂക്ഷ്മത പുലർത്തും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ കൂടും. മുൻപ് എതിർപ്പ് പ്രകടിപ്പിച്ചവർ ഇപ്പോൾ സഹകരിച്ചു തുടങ്ങും. കുടുംബപരമായി സുഖവും സമാധാനവും അനുഭവപ്പെടും. സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. ദീർഘകാലമായി വിദേശത്ത് കഴിയുന്നവർക്ക് പൗരത്വ അപേക്ഷയിൽ അംഗീകാരം ലഭിച്ചേക്കും. പിതൃപുത്ര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ രൂപം കൊള്ളും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ അന്തരീക്ഷം തൃപ്തികരമായി തോന്നില്ല. അർഹതയ്ക്കനുസരിച്ച് പരിഗണിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും. ഉപജാപ ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിയും. ദാമ്പത്യം കൂടുതൽ സ്നേഹോഷ്മളമാകും. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനായി അവധിയെടുക്കും. പ്രവർത്തന മേഖലയിൽ തൃപ്തി അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. ഗതാഗത നിയമങ്ങൾ തെറ്റിക്കാനും പിഴയൊടുക്കേണ്ടതായും വന്നേക്കാം. ശാരീരികവും മാനസികമായ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടേക്കും. എല്ലാ കാര്യത്തിലും ഒരു കരുതൽ വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാസ്ത്രീയ വീക്ഷണത്തോടെ കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതിൽ വിജയിക്കാനാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങും. സമ്മാന പദ്ധതികളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. മാറുന്ന സാഹചര്യത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കും. വിദ്യാർത്ഥികൾ ഇടക്കാല പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് നടത്തും. അവിചാരിതമായി ചെലവുകൾ വന്നുകൂടും. എങ്കിലും ഒന്നിനും മുട്ടുവരാത്ത വിധം കാര്യങ്ങൾ നടന്നു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ഭിന്നാഭിപ്രായങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കാൻ കഴിയും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. ഇഷ്ടഭക്ഷണ യോഗമുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിന് സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് മുടക്കം വരില്ല. ഗവേഷണ രംഗത്തുള്ളവർക്കും ഉപരിപഠനം നടത്തുന്നവർക്കും കാര്യവിജയം സാധ്യമാകും. പ്രണയികൾക്കിടയിൽ ഹൃദയ ഐക്യം കുറഞ്ഞേക്കാം. ദാമ്പത്യത്തിൽ ജ്ഞാനനഭാവം വർദ്ധിച്ചേക്കും. ആരോഗ്യപരമായി അത്ര അനുകൂല സമയമല്ല. കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് വഴിതെളിയും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. തീർത്ഥാടനത്തിന് യോഗമുണ്ട്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് രംഗത്തെ മ്ലാനത മാറി പുരോഗതി ദൃശ്യമാകും. ഓൺലൈൻ വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കും. ഭൂമി വാങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും. കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന നൽകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കും വിധം ജോലി ക്രമീകരിക്കാൻ കഴിയും. കാലാവസ്ഥ മൂലമുള്ള സാംക്രമിക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദം കൂടും. കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രയ്ക്ക് സമയം കണ്ടെത്തും. ധനവരവ് മോശമാകില്ല. കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് നവീകരണത്തിന് ഉപദേശം തേടും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് ഇവയിലൂടെ ധനം വന്നു ചേരും. കുടുംബജീവിതം ഒരുവിധം ആഹ്ലാദകരമായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കും. നിലവിലെ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് ഗുണമുള്ള വാരമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സന്താനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും. പരിശ്രമങ്ങൾ സഫലമാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മുൻ തീരുമാനങ്ങളോ നിലപാടുകളോ തിരുത്താനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് ചികിത്സ വേണ്ടിവരാം. ഭോഗസുഖം കുറയും. ദിനചര്യകളുടെ ക്രമം തെറ്റാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും. ഭൂമിയിൽ നിന്നുള്ള ആദായം കുറഞ്ഞേക്കും. ധനപരമായി തരക്കേടില്ലാത്ത വാരമാണ്. കാര്യങ്ങൾ സുഗമമായി തന്നെ നടക്കും. കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. മേലധികാരികളുടെ പ്രീതി ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത്
വേഗത മന്ദീഭവിച്ചേക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും. തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശയാത്രയ്ക്ക് സാഹചര്യം ഒരുങ്ങും. തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വലിയ കാലതാമസം വരുന്നതാണ്. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഒപ്പമുള്ളവർ അകാരണമായി തെറ്റിദ്ധരിച്ചേക്കും. അന്യരുടെ പണവും സ്വന്തം കഴിവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുവാൻ കഴിയും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ക്ലേശകരമായി തോന്നുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ വേണ്ടുവോളം ലഭിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെറിയ മുതൽമുടക്കുകൾ വിജയം നേടിത്തരും. അന്യദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അടുക്കള കൃഷിയിൽ താൽപ്പര്യം കൂടും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീണ്ടുപോകും. പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച വ്യവഹാരം തീർന്നു കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും. സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. സ്വയം തൊഴിൽ മേഖലയിൽ ചില നവീകരണങ്ങൾ സാധ്യമാകും. സാമൂഹികമായ അംഗീകാരം തേടി വരുന്നതാണ്. സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും. ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ സ്വയം പരിഹരിക്കാനാവും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.